ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. മഴയ്ക്ക് മുന്നേ ഉള്ള തോടിൻ്റെയോ ആറിൻ്റെയോ വീഡിയോസോ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതൊന്നും ഇടാൻ പറ്റിയില്ല. അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. തോട്ടിനകത്ത് ഉണ്ടായിരുന്നു പാറക്കിടയ്ക്ക് അവിടെ ഇവിടെ തങ്ങി തങ്ങി ഒഴുകാതെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഈ തോട് എങ്ങോട്ട് പോയി അവസാനിക്കുന്നത് കാണിച്ചു തരാമെന്ന്. ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടാണ്. ഇവിടുന്ന് നേരെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞാൽ മതി, അപ്പോഴത്തേക്ക് ആറിലോട്ടാണ് പോകുന്നത്. ഒരു തോട് വന്ന് ഒരു ആറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ആറിൻ്റെ അവസ്ഥ പറയാം. നമ്മുടെ ആറാട്ടുത്സവം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആറാട്ടുത്സവത്തിൻ്റെത് നിങ്ങൾക്കൊക്കെ അറിയാം, കുറേ പേർക്കെങ്കിലും അറിയാം. അന്ന് ഇവിടെ ആറിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തടയണ വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തി അങ്ങനെയാണ് നമ്മൾ ഉത്സവം നടത്തിയത്. അപ്പോൾ അത്രയ്ക്കും വെള്ളമില്ലായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിയെ വേണമെങ്കിൽ ഇറക്കി വിടാം, ഒരു അത്രയുള്ള വെള്ളമേ ഉള്ളൂ, അവർ താഴ്ന്നു പോകത്തില്ല. അത്രയ്ക്കും വെള്ളമില്ലായിരുന്നു. ഇന്നത്തെ ഒരു ഒറ്റ മഴയിൽ രണ്ട് മണിക്കൂർ അങ്ങ് ഒരു തുള്ളിക്ക് ഒരു കുടമെന്ന് പറയുന്നത് പോലെ അത്രയ്ക്കും വലിയ മഴയത്ത് കിട്ടിയ ഒരൊറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ്. അത്രയ്ക്കും വലിയ മഴയാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മഴ കിട്ടിയിട്ടില്ല, ഭയങ്കര ചൂടാണ്, ഇപ്പോഴും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കും മഴ കിട്ടും, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മഴ കിട്ടും. ഇവിടെ എങ്ങനെ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മഴ കിട്ടും. ഞാനിപ്പോൾ ആ റോഡ് കാണിച്ച് വേറൊന്നുമില്ല. നമുക്ക് ഇടവപ്പാതിയൊക്കെ വരുന്ന സമയത്ത് കണ്ടിന്യൂ മഴ നിൽക്കുമ്പോഴത്തേക്കും ഈ റോഡ് കവിയും. അത് 2-3 വർഷത്തിലൊരിക്കലൊക്കെ സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പം അത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കൊക്കെ വെള്ളം ഇവിടെ കയറത്തുള്ളൂ. അപ്പോൾ ഈ 2 മണിക്കൂർ കിട്ടിയ വെള്ളമാണത്, അത്രയ്ക്ക് വലിയ മഴയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശുഭപ്രതീക്ഷ നഷ്ടപ്പെടേണ്ട, മഴ കിട്ടും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിനൊരു കുളിർമ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, സബ്, ഹൈപ്പൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടാറ്റ.